പൊന്നാനി ടൗൺ GMLP സ്കൂളിന് പുതിയതായി നിർമ്മിച്ച അടുക്കള കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ ഫുഡ് മോർണിംഗ് പദ്ധതിക്കും സ്കൂളിൽ തുടക്കം കുറിച്ചു. സ്കൂൾ കെട്ടിടങ്ങളുടെ ഭൗതിക സാഹചര്യ വികസനത്തിനായി പൊന്നാനി നഗരസഭയുടെ 2023-24 ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച അടുക്കള കെട്ടിടമാണ് ഉദ്ഘാടനം ചെയ്തത്. 8,80,000 രൂപ ചിലവിൽ അടുക്കള, വാഷ് ഏരിയ, മുറ്റം, ടൈൽ വിരിക്കൽ എന്നീ പ്രവർത്തികളാണ് പൂർത്തീകരിച്ചത്. പുതിയതായി നിർമ്മിച്ച സ്കൂൾ കെട്ടിടത്തിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ അടുക്കള നിർമ്മിച്ചത്. അടുക്കള കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പൊന്നാനി AO TS ഷോജ നിർവഹിച്ചു. പൊന്നാനി മുനിസിപ്പാലിറ്റി വിദ്യാഭ്യാസ മേഖലയുടെ പുരോഗതിക്ക് വേണ്ടി നിരവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ മേഖലയുടെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് പൊന്നാനി മുനിസിപ്പാലിറ്റി ആയിരിക്കും. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, മറ്റ് സബ് ജില്ലകളിലൊക്കെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് ഹൈടെക് പ്രോജക്റ്റ് വരുന്നതിനേക്കാളൊക്കെ എത്രയോ മുമ്പ് തന്നെ പൊന്നാനിയിലെ ക്ലാസ് റൂമുകളൊക്കെ ഹൈടെക് ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ ടൗൺ LPയിൽ ഇവർ നേരിട്ടിരുന്ന ഒരു പ്രശ്നമാണ് അടുക്കള. നല്ലൊരു അടുക്കള ഇല്ല എന്നുള്ളത്. നല്ല ബിൽഡിങ്ങും സൗകര്യങ്ങളൊക്കെ ആയി ഇപ്പോൾ ഏറ്റവും നല്ല മികച്ച രീതിയിലുള്ള തന്നെ ഒരു അടുക്കളയും ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട്. കുട്ടികൾക്ക് നല്ല ഭക്ഷണം നൽകുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതിനുള്ള സൗകര്യമായിട്ടുണ്ട്. വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ മുഖ്യ അതിഥിയായിരുന്നു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ അജിന ജബ്ബാർ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ T മുഹമ്മദ് ബഷീർ നിർവഹിച്ചു. തീരദേശ മേഖലയിലെ വിദ്യാലയങ്ങളിൽ പ്രഭാത ഭക്ഷണം ഏർപ്പെടുത്തുക, പട്ടിണിയില്ലാത്ത ഒരു പഠനകാലം ഉണ്ടാവുക, കുട്ടികളിലെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുക, രാവിലെ നമ്മുടെ അമ്മമാരുടെ അടുക്കളയിൽ അധ്വാനഭാരം ലഘൂകരിക്കുക, ഇതൊക്കെ ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങളാണ്. പുതുപൊന്നാനി ഫിഷറീസ് സ്കൂള്, അഴീക്കൽ ഫിഷറീസ് സ്കൂള്, ടൗൺ GMLP, ഈ 3 സ്കൂളുള്ള ദിവസമൊക്കെ ഇത് 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് മാത്രമല്ല, പ്രീ പ്രൈമറിയിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഈ ഭക്ഷണം കൊടുക്കാൻ നഗരസഭ തീരുമാനിച്ചു. അപ്പോൾ പുട്ടും കടലയും ഉണ്ടാവും, പൊറാട്ട ഇല്ല. പലരും അതാണ് ചോദിച്ചത്. കുട്ടികളൊക്കെ ചിലപ്പോൾ ചോദിച്ചു പൊറാട്ട എന്താണെന്ന് ചോദിച്ചു. പൊറാട്ട ഇല്ല, കാരണം കുട്ടികൾക്ക് പോഷകാഹാര സമൃദ്ധമായ ഭക്ഷണം കൊടുക്കണമെന്നാണ് സർക്കാരിൻ്റെ നിർദ്ദേശം. അപ്പോൾ അപ്പം ഉണ്ടാവും, ഇടിയപ്പം ഉണ്ടാവും, പുട്ടുണ്ടാവും, കോഴിമുട്ട ഉണ്ടാവും, മുട്ടക്കറി ഉണ്ടാവും, ഈ വക സംഗതികളൊക്കെ കൊടുക്കും. VK പ്രശാന്ത് പദ്ധതി വിശദീകരിച്ചു. നഗരസഭാ സെക്രട്ടറി S സജീറുൻ, കീർത്തി, മുഹമ്മദ് ഷമീം എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. കൗൺസിലർ സവാദ് സ്വാഗതവും സ്കൂൾ ഹെഡ് മിസ്ട്രസ് മിനി T വർഗീസ് നന്ദിയും പറഞ്ഞു. PGTV ന്യൂസ് പൊന്നാനി. സ്വപ്നയാത്രകൾ സാധ്യമാക്കൂ റോളക്സ് ഇന്റർനാഷണൽ ട്രാവൽ ആൻഡ് ടൂർസിനൊപ്പം. നിങ്ങളുടെ യാത്രാവേളകൾ കൂടുതൽ ആനന്ദകരമാക്കാൻ ആകർഷകമായ ഇന്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് ടൂർ പാക്കേജുകൾ. റോളക്സ് ഇന്റർനാഷണൽ ട്രാവൽ ആൻഡ് ടൂർസ്, ഓപ്പോസിറ്റ് അമാന മാൾ, തൃശൂർ റോഡ്, എടപ്പാൾ.